ഗ്രൂപ്പിൽ ഈ വോയിസ് കൊണ്ടുവന്നിടുന്ന കുരുവിനോടും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് വലിയ ആനത്തലയായിട്ട് വോയിസ് ഇടുന്ന ആ കുരുവിനോടും ഈ നിങ്ങളുടെ ശൈത്താനാകുന്ന ആ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ മറ്റു 3 ശൈത്താന്മാർ ഈ കവലകൾ തോറും പറഞ്ഞു നടക്കുന്ന ആ 3 കൂടി രണ്ട് ചോദ്യം ചോദിക്കുന്നു. അതിന് മറുപടി പറയാൻ തന്റെ ഉള്ളവർക്ക് മറുപടി പറയാം. ഒന്ന്, നിങ്ങൾ തന്നെ ഇപ്പൊ ഇവിടെ ഈ വോയിസിൽ പറഞ്ഞ AP ഉസ്താദിന്റെ കയ്യിൽ 14-ാം തീയതി തന്നെ വിധിപ്പകർപ്പ് എത്തിയിട്ടുണ്ട്. പക്ഷേ 15-ാം തീയതിയാണ് ആ പുറത്ത് വിട്ടത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. ആ വിധിപ്പകർപ്പിനെ കുറിച്ച് നൗഷാദ് പ്രസംഗിക്കുന്നത് ആ വിധിപ്പകർപ്പ് കൃത്രിമമായി AP ഉസ്താദ് ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ പറയുന്നു, ആണായി പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച് വളർന്നിട്ടുള്ളതാണ് നിങ്ങളുടെ ആ ശൈത്താനായ ഷെയ്ഖും മറ്റുള്ള ആളുകളും എന്നുണ്ടെങ്കിൽ അതിലെന്താണ് കൃത്രിമത്വം? ഒരു അറഫ് കൊണ്ടോ ഒരു വര കൊണ്ടോ ഒരു വാചകം കൊണ്ടോ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നാണല്ലോ നിങ്ങളുടെ അവകാശവാദം. ആ ഒറിജിനലിൽ നിന്ന് വ്യത്യസ്തമായി ഉസ്താദ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കൃത്രിമത്വം തെളിയിക്കാൻ ആണായി പറഞ്ഞ അല്ലെങ്കിൽ പുറകിൽ നട്ടല്ലാണ് എന്ന് ഉറപ്പുള്ള, വാഴപ്പിണ്ടിയല്ല എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും കുരുവട്ടൂരികൾ എന്റെ വോയിസ് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വോയിസിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുരുമക്കൾക്കോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അതിലെന്താണ് കൃത്രിമത്വം എന്നുള്ളത്? ഉസ്താദ് പുറത്ത് വിട്ടതല്ലാത്തൊരു വിധി പകർപ്പ് ഇന്ന് വരെ എവിടെയെങ്കിലും ഉള്ളതായി ആ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് കാണിക്കാൻ കുരുവട്ടൂരികൾക്ക് സാധിക്കോ? എന്റെ രണ്ടാമത്തെ ചോദ്യം നൗഷാദ് ഈ അടുത്തിടെ പറഞ്ഞു, കഴിഞ്ഞ പരിപാടിയിൽ പറഞ്ഞു, ഉസ്താദിന് ഈ വിധിപ്പകർപ്പ് കിട്ടിയത് ആക്ഷൻ കൗൺസിലിലെ 5 ആളുകൾക്കും ആ അമ്മയ്ക്കുമാണ് ആദ്യം ഇത് കിട്ടിയത്. ആ 5 ആളുകളിൽ ഒരാളാണ് AP ഉസ്താദിന് അയച്ചത് എന്നുള്ളത്. എന്നാൽ അതേ ആക്ഷൻ കൗൺസിലിലുള്ള ഈ ചാണ്ടി ഉമ്മനും അതുപോലെ അഡ്വക്കേറ്റ് അവരുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അവരൊക്കെ പറഞ്ഞു AP ഉസ്താദിന് അവിടുത്തെ നയതന്ത്ര ആളുകൾ നേരിട്ട് അയച്ചു കൊടുത്തതാണ്. അതിലൊരു ആക്ഷൻ കൗൺസിലിന്റെയും ഇടപെടലില്ല, ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾ അയച്ചു കൊടുത്തതല്ല എന്ന് ഇതിന്റെ വിഷയങ്ങൾ അറിയുന്ന, അതിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളുകൾ വ്യക്തമായി ചാനലുകളോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതൊന്നുമില്ലാതെ അസൂയയും കുശുമ്പും സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിന്റെ ജാലരിയിൽ ഇന്നും ജീവിക്കുന്ന, ഉസ്താദിനെ സംഘടനയിൽ തെറി പറയുക എന്ന് പറയുന്ന ഒറ്റ ജോലി കൊണ്ട് ജീവിക്കുന്ന നൗഷാദ് പറയുന്നു ആക്ഷൻ കൗൺസിലിലുള്ള 5-ൽ ഒരാളാണ് ഉസ്താദിനെ അയച്ചു കൊടുത്തത്. എന്റെ ചോദ്യം, എന്റെ വെല്ലുവിളി ആവർത്തിക്കുന്നു, കുരുവട്ടൂരികളിൽ ആണായി പറഞ്ഞ നപുംസകങ്ങളല്ല നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആണായി പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ ഏത് ആക്ഷൻ കൗൺസിലിലെ ഏത് 5-ൽ ഒരാളാണ് AP ഉസ്താദിനെ അയച്ചു കൊടുത്തതെന്നോ, അല്ലെങ്കിൽ ആ ആക്ഷൻ കൗൺസിലുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഞാനാണത് ഉസ്താദിനെ അയച്ചു കൊടുത്തതെന്നോ, അതല്ലെങ്കിൽ ഇതാണ് ആ അയച്ചു കൊടുത്തതിന്റെ തെളിവ് എന്നോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? പച്ചപ്പൊള്ളി ജനങ്ങളെ മുഖത്ത് നോക്കി പറയാ അതിന് തക്ബീർ വിളിക്കാൻ കുറച്ച് കഴുതകളും. വെറുതെ ആണോ ആ നൗഷാദ് ആദ്യം പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ ഷെയ്ഖിന്റെ കഴുതകളാക്കണേ ഈ ഇരിക്കുന്നവരൊക്കെയെന്ന്? കുറച്ചോനെ ആ പ്രാർത്ഥന സ്വീകരിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അസലി കോവർ കഴുതകളാക്കി നിങ്ങളെ മാറ്റി എന്നുള്ളതാണ്. അവരുടെ കഴുതകളായി ജീവിക്കാൻ അല്ലാഹു ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ കഴുതകളായി ജീവിക്കാൻ അല്ലാഹു ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ കഴുതകളായി ജീവിക്കാൻ അല്ലാഹു ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ.